അദ്ദേഹം ഇപ്പോൾ കണ്ട ടൗൺഷിപ്പിലേക്ക് ആ പ്രഖ്യാപിച്ചോട് കൂടി തന്നല്ല 5 വീട് വെച്ച് കൊടുക്കാം. കാരണം ഇത് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ടൗൺഷിപ്പ്. ആ ടൗൺഷിപ്പ് ഏപ്രിൽ 13-നാണ് ആരംഭിച്ചത്. ആ ടൗൺഷിപ്പിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടൗൺഷിപ്പ് കാണണമെങ്കിൽ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യും. ടൗൺഷിപ്പ് കാണുന്ന വഴിക്ക് അദ്ദേഹം 1 കോടി രൂപ തരുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി ഞങ്ങൾക്ക് വേണ്ട ഡെഡിക്കേറ്റഡ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് തന്നോട്ടെ. 5 വീട് അദ്ദേഹത്തിന്റെ പേരിലാണ് വെച്ചു. ഈ മുസ്ലിം വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധി നേരിടുന്നതുകൊണ്ട് സർക്കാർ അനുകൂല ഫേവർ നിലപാട് സ്വീകരിക്കുന്നില്ല, നമുക്ക് അക്ഷയമായിട്ട് ഉന്നയിക്കുന്നില്ല. പാതി മാർച്ചൊക്കെ നടന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഞാൻ ഇതിനകത്ത് എനിക്കുള്ള സംശയം, സർക്കാർ ഇതിലെന്തെങ്കിലും നടന്നെടുത്തിട്ടുണ്ടോ? സർക്കാർ ഏതെങ്കിലും വിധത്തിൽ ലീഗിന്റെ ഭൂമിയോടോ ലീഗിന് ഭൂമി കൊടുക്കുന്നതോടോ ഒരു നടപടി സർക്കാർ എടുത്തിട്ടില്ല. നടപടി എടുത്തത് താലൂക്ക് ലാൻഡ് ബോർഡാണ്. താലൂക്ക് ലാൻഡ് ബോർഡ് ഒരു കോസി ജുഡീഷ്യറി അധികാരമുള്ള ഒരു ബോഡിയാണ്. ഭൂപരിഷ്കരണ നിയമം നന്നായി വായിച്ചാൽ മനസ്സിലാക്കും. 81(3)യുടെ എക്സംഷൻ കിട്ടാതെ 15 ഏക്കറേക്കാൾ ഭൂമി കൈവശം വയ്ക്കുകയോ സ്ഥലം മാറ്റുകയോ ചെയ്താൽ ആ ഭൂമി ആരാണോ വ്യക്തി അയാളുടെ ആർജിത സ്വത്തുമായി ചേർന്ന് കിടക്കും. അതിന് നടപടിയെടുക്കുക റവന്യൂ വകുപ്പല്ല, TLB ആണ്. യഥാർത്ഥത്തിൽ TLB റവന്യൂ ഒരു കക്ഷിയാണ്, സർക്കാരും ഒരു കക്ഷിയാണ്. സർക്കാരിനെതിരെയും TLB പിടിക്കാം, വ്യക്തിക്കെതിരെയും TLB പിടിക്കാം. TLB ഉദ്യോഗസ്ഥന്മാർ റവന്യൂവിന്റെ ഭാഗമായിട്ട് വരുന്നവരെയാണ് കൊടുക്കുന്നതെങ്കിലും അവര് ഈ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ജുഡീഷ്യറി അധികാരമുള്ള പവറാണ് എത്തിയിരുന്നത്. സബ് കളക്ടർ റവന്യൂവിന്റെ ഭാഗമാണ്. പക്ഷെ സബ് കളക്ടറുടെ കോടതിയുണ്ട്. ആ കോടതിയിൽ കയറിയാൽ റവന്യൂ മന്ത്രിയോ റവന്യൂ വകുപ്പോ പറയുന്നതൊന്നും അദ്ദേഹം കേൾക്കേണ്ടതില്ല. ഞങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ സർക്കാരിന്റെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. TLB-യുമായി ബന്ധപ്പെട്ടൊരു കേസ്